സ്വന്തം ജീവിതം ഒന്ന് മുമ്പിൽ കാണിച്ചിട്ട് ക്ഷണിക്കാനുള്ള ചങ്കൂറ്റം അവർക്കുണ്ടോ? ഇസ്ലാമേ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇസ്ലാം ഈ രാജ്യത്തേക്ക് വന്നപ്പോ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു സംഘം റേഷൻ കാർഡ് കാണിച്ചൊന്നും ആരെയും പറ്റിച്ചില്ല. അരിയും പച്ചക്കറിയും കൊടുക്കാമെന്നും പറഞ്ഞ് ആരെയും പറ്റിച്ചില്ല. ഭീഷണിപ്പെടുത്തി ആരെയും മതം മാറ്റിയിട്ടില്ല. പിന്നെന്താ, ഭാഷ പോലും അറിയാത്ത ഏതോ വേഷം ധരിച്ച കുറെ ആളുകൾ ഈ നാട്ടിലേക്ക് വന്നപ്പോൾ അല്ലേ, സവർണ കോമരങ്ങൾ ഉറഞ്ഞുതുള്ളുന്ന കാലഘട്ടത്തിൽ തൊലികറുത്തതിന്റെ പേരിൽ സഹജീവിയായ മേലാളനെ കാണുമ്പോൾ 32 അടി വാരം മാറി നടക്കാൻ വിധിക്കപ്പെട്ട ഈ രാജ്യത്തെ കീഴാള ജനവിഭാഗങ്ങൾ ഇസ്ലാമിന്റെ മഹത്വം അറിഞ്ഞുണ്ടാ. അതല്ലേ പണ്ഡിറ്റ് കറുപ്പനൊക്കെ പാടി നടന്നതല്ല, ഇവനൊരു പുലയനല്ലേ, അല്ലാ മതം പോയി സ്വീകരിച്ചാൽ ഇല്ലാ വിലക്കില്ല, ഇടത്തും പോയിടാം ഇല്ലത്തും പോയിടാം ജ്ഞാനപ്പെണ്ണെ, കണ്ടോ സുന്നത്തിൻ മഹാത്മ്യം ജ്ഞാനപ്പെണ്ണെ. തൊലികറുത്തതിന്റെ പേരിൽ അവഗണനാ മനോഭാവത്തോടുകൂടി കാണപ്പെട്ട അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട മനുഷ്യർ മുസ്ലിമീങ്ങളുടെ ജീവിതം കണ്ടിട്ടാണോ ഇസ്ലാമിലേക്ക് വന്നത്? അല്ലാതെ തരംതാണ് അല്ലേ? അധികാരത്തിൽ കയറി വെറും 7 മാസമേ ആയിട്ടുള്ളൂ. ഇവിടെ 850 വർഷം ഭരണം നടത്തി മുസ്ലിം മുഗൾ ചക്രവർത്തിമാർ. കർവാപ്പസിയായിട്ട് അവിടെ ഇറങ്ങിയിരുന്നെങ്കിലേ ഈ 850 വർഷം അവർ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ മുസ്ലിം രാജ്യം ഇന്ത്യ ആവുമായിരുന്നു. അല്ലെ? സംശയം എന്തേലും ഉണ്ടോ? സംശയം എന്തേലും ഉണ്ടോ? നമുക്കൊരിക്കലും അതിന്റെ ആവശ്യമൊന്നുമില്ല. മുസ്ലിം നമ്മളിത് കുറെ കണ്ടതല്ലേ. ഈ കർവാപ്പസ് ഇന്ന് തുടങ്ങിയതാ? നമ്മളെന്താ കരുതിയേ? ഇന്ന് തുടങ്ങിയതാ? ചരിത്രത്തിന്റെ ഇന്നലകളിൽ അറിയില്ലേ, മഹാനായ ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹുവിനെ പോലെ, ഷഹീദ സുമയ്യ റളിയല്ലാഹു അൻഹുവിനെ പോലെ അതെ പഴയ മതത്തിലേക്ക് മടങ്ങി വരണമെന്ന് ഭീഷണിപ്പെടുത്തി വസ്ത്രാക്ഷേപം നടത്തിയിട്ട് അതിക്രൂരമായി മർദ്ദിച്ച് അവസാനം കുന്തം ഗുഹ്യഭാഗത്തേക്ക് കുത്തിയിറക്കി ഇസ്ലാമിന് വേണ്ടി ആദ്യത്തെ ഷഹാദത്ത് വരിച്ച ആദിയായ ഷഹീദ സുമയ്യ റളിയല്ലാഹു, എന്തിന്റെ പേരില? കർവാപ്പസി അംഗീകരിക്കാത്തതിന്റെ പേരില സുമയ്യ റളിയല്ലാഹു ഷഹാദത്ത് വരിച്ച് ഈ പാരമ്പര്യമുള്ള മുസ്ലിങ്ങളെ ഓലപ്പാമ്പ് കാണിച്ച് പേടിപ്പിക്കുക, മലർത്തിക്കടത്തി കരിങ്കല്ല് നെഞ്ചത്തേക്ക് എടുത്തു വെച്ചിട്ട് അതിക്രൂരമായി മർദ്ദിച്ചിട്ട് ബിലാലെ രക്ഷ വേണമെങ്കിൽ പഴയ മതത്തിലേക്ക് മടങ്ങണമെന്ന് പറഞ്ഞിട്ട് പറ്റില്ലടാ, അഹദ് ഏകനായ പടച്ചവനാ വിശ്വസിച്ചതെന്ന് പറഞ്ഞ ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹുവിന്റെ പാരമ്പര്യമുള്ള ആണത്തമുള്ള ആൺകുട്ടികളെയാണ് ഓലപ്പാമ്പ് കാണിച്ച് പീഡിപ്പിക്കുന്നത്. ഇതിപ്പോഴൊന്നുമല്ല, വർഷങ്ങൾക്ക് മുമ്പേ ഖുർആൻ പറയുന്നുണ്ട് കർവാപ്പസിയുടെ ചരിത്രം. ഇതെന്ത് തുടങ്ങിയതാണെന്ന്. ഇതിന്ന് കുറെ അരനിക്കറിട്ട പയ്യന്മാര് കൊണ്ടുവന്ന ഏർപ്പാടൊന്നുമല്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞു ശുഐബ് നബിയുടെ കാലഘട്ടം ഉണ്ടല്ലോ, ശുഐബ് നബിയുടെ കാലഘട്ടം. അന്ന് ശുഐബ് നബിയോടൊപ്പം കുറെ ആളുകൾ ഇങ്ങനെ ഇസ്ലാമിലേക്ക് വന്നപ്പോ ചിലർക്ക് നിന്നിങ്ങനെ കുറെ നിക്കറുകൾ വിറച്ച പോലെ അന്ന് ചിലർക്ക് പേടിയുണ്ടായി. മേലാളന്മാരാ, അധികാരമുള്ളവരാ. അവരിങ്ങനെ വന്നിട്ട് ശുഐബ് നബിയോട് പറഞ്ഞു, ഖുർആനാണിത്, ഖാലൽ മലഉൽ ലദീന ഇസ്തക്ബറൂ മിൻ ഖൗമിക ലനുഖ്രിജന്നക യാ ശുഐബ് വല്ലദീന ആമനൂ മഅക മിൻ ഖറിയതിനാ. ശുഐബേ, നിന്നെയും നിന്നോടൊപ്പമുള്ള മേത്തന്മാരെ മാപ്പിളമാരെയൊക്കെ ഈ രാജ്യത്ത് നിന്ന് ഞങ്ങൾ വിട്ടുകളയും, അല്ലെങ്കിൽ ഇവിടെ താമസിക്കണോ ഔ ലതഊദുന്ന ഫീ മില്ലത്തിനാ, ഇവിടെ താമസിക്കണമെങ്കിൽ കർവാപ്പസി ഇങ്ങോട്ട് മടങ്ങി വരിക. ഖുർആൻ പഠിപ്പിച്ച് ഇതൊക്കെ എല്ലാ കാലത്തും ഉണ്ടാവും. സത്യത്തിന് ആധുനിക നവയുഗത്തിലെ മുസ്ലിം ഉമ്മത്ത് നേരിടുന്ന പ്രശ്നങ്ങൾ വിശുദ്ധ ഖുർആനുമായി ഒരു താരതമ്യ പഠനം നടത്തിയാൽ എല്ലാ കാലത്തും മുസ്ലിം ലോകം നേരിടുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെയാണിത്. അല്ലെ? ഇന്നിപ്പോ ഞങ്ങളുടെ മാത്രം രാജ്യം എന്ന് പറഞ്ഞു വരുന്നില്ലേ? നൂറ്റാണ്ടുകൾക്കും ഇസ്ലാം നേരിട്ട പ്രശ്നമായത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് ഫറോവ പറഞ്ഞില്ലേ, അലൈസ്ലി മുൽക മിസ്ര വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി, ഇത് ഞങ്ങളുടെ രാജ്യമാ, ഇവിടെ ഒഴുകുന്ന നദികൾ പോലും ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞില്ലേ? അതിനപ്പുറം ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? അതൊക്കെ തന്നെയല്ലേ ഇന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഇസ്ലാമിനെ അടുത്തറിഞ്ഞ് നൂറുകണക്കിന് ആയിരക്കണക്കിന് യുവതി യുവാക്കൾ ഇസ്ലാമിലേക്ക് വരുമ്പോൾ ഇവിടെ ചിലർക്കൊരു പേടി, ഇത് ലവ് ജിഹാദാണ്, ഇല്ലെങ്കിൽ നിർബന്ധ മതപരിവർത്തനമാണ്, അതിലൂടെ ഭീകരവാദം നടത്താനാണ്. ഇത് ഇന്ന് തുടങ്ങിയതല്ല. ഖുർആൻ പഠിപ്പിച്ചു മൂസാ നബിയുടെ കാലഘട്ടത്തിൽ മൂസാ നബിയുടെ കാലത്ത് കുറെ ചെറുപ്പക്കാരികൾ ഇസ്ലാമിലേക്ക് വന്നു. അപ്പൊ അന്നത്തെ അധികാരി ഉണ്ടല്ലോ, അന്നത്തെ പ്രൈം മിനിസ്റ്റർ മിസ്റ്റർ ഫറോവ രാംസസ് രണ്ടാമൻ, അയാൾ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഇന്നി അഖാഫു അൻ യുബദ്ദിൽ ദിനക, ഈ മാപ്പിളമാരെ ഇങ്ങനെ വിട്ടാലേ അവരിവിടെ വലിയ മതപരിവർത്തനവും ലവ് ജിഹാദും ഒക്കെ കാണിച്ചു കളയും.
ഖുർആനാണ്. ഞാൻ വെറുതെ പറഞ്ഞ ആലിമീങ്ങളൊക്കെ ഉള്ള ചോദിക്കാൻ നിങ്ങൾക്ക്. ഇന്നി അഖാഫു അയ്യുബദ്ദല ദീനകും ഔ അയ്യുദ്ഹിറ ഫിൽ അർദിൽ ഫസാദ്. ഈ രാജ്യത്ത് കുഴപ്പമുണ്ടാക്കാനുള്ള ശ്രമമാണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് നേരിടേണ്ടി വരും. ഇവിടെയൊക്കെ മുസ്ലിം ചെറുപ്പക്കാർ ആർജവത്തോടുകൂടി സംഘടനാ പക്ഷപാതിത്വങ്ങളില്ലാതെ സംഘടനാ സങ്കുചിതത്വ മനോഭാവങ്ങളില്ലാതെ രംഗത്ത് വരണം. ഇത് ആദരവായ റസൂലുള്ളാഹിന്റെ പേരിൽ നബിദിന സമ്മേളനത്തിന്റെ പേരിലുള്ള പദപ്രഭാഷണമാണ്. അതുകൊണ്ട് എന്റെ എല്ലാ നബിദിന സമ്മേളനങ്ങളും ഞാൻ അവസാനം പറയുന്ന ഒരു സന്ദേശമുണ്ട്. കാലഘട്ടത്തിനാവശ്യമായ സന്ദേശം. അള്ളാന്റെ ഹബീബ് കേവലം കുറെ ആത്മീയ നിർവൃതികളിലൂടെ ദിക്റും സലാത്തും അല്ലെങ്കിൽ അങ്ങനെ കുറെ ആരാധനാ മുറകളിലൂടെ പടച്ചോനെ കണ്ടെത്താൻ പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെയല്ല. ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, ലൈസൽ ബിർറൻ തുവല്ലു വുജൂഹക്കും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബ്. ഇങ്ങനെ വെറുതെ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ഗിയറിട്ട് ഓടിയാലൊന്നും നിങ്ങൾക്ക് പുണ്യം കിട്ടാൻ പോകുന്നില്ല. അതിലൊക്കെ അപ്പുറം പൊതുസമൂഹത്തിന്റെ പ്രശ്നങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കാനും ഇടപെടാനും സാധിക്കുന്നെങ്കിൽ അതിലൂടെയാണ് നിങ്ങൾക്ക് പുണ്യമുള്ളതെന്നാണ് അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ചത്. പാരത്രിക ലോകത്തെ വിജയം എങ്ങനെയാ? നരകത്തിന്റെ മുകളിൽ സ്ഥാപിതമായ സിറാത്ത് പാലം കടക്കാൻ പറ്റുന്ന എങ്ങനെയാ? സലാത്ത് എണ്ണിക്കൊണ്ട് കടക്കാൻ മാത്രമല്ല പഠിപ്പിച്ചത്. ദിക്ർ ചൊല്ലി മാത്രം രക്ഷപ്പെടാനല്ല, അതൊക്കെ വേണം, അത്യാവശ്യമാണ്. പക്ഷേ അതോടൊപ്പവും പടച്ചവരുമായുള്ള ബന്ധങ്ങൾ പൂർത്തീകരിക്കുന്നതോടൊപ്പം പടപ്പുകളോടുള്ള കടമകളും കടപ്പാടുകളും പൂർത്തീകരിക്കാൻ പറ്റട്ടെ. അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട മനുഷ്യമക്കൾക്ക് അവകാശങ്ങൾ നേടിക്കൊടുക്കുന്നതിന് വേണ്ടി അഹങ്കാരികളായ അധികാരികളുടെ അരമണയിലേക്ക് കടന്നു ചെന്ന് അടരാടുന്നവൻ അവന് നാളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സിറാത്ത് പാലത്തിൽ പാദങ്ങൾ ഉറപ്പിച്ചു നിർത്തി കൊടുക്കുമെന്ന് സയ്യിദുനാ മുത്തലി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു